ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ബിരിയാണി എന്ന് പറയും, ബ്രിഞ്ചി എന്ന് പറയും. ഇതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിന് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, വേറെ ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം. അതിലേക്കൊരു ഗ്രാമ്പൂ, 2-3 പട്ട, ഒരു ബേ ലീഫ്, 2-3 ഏലക്ക, ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റണം. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനത് ഇടുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാള വഴനാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴലണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനമൊക്കെ ഇട്ട് വഴറ്റേണ്ടതുകൊണ്ട് ഒത്തിരി ഒന്നും വഴലണ്ട. ഇത്രയും വഴന്നാൽ മതി. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്. ഇതിനകത്ത് ക്യാരറ്റ്, ബീൻസ് മാത്രമല്ല, ഇതിനകത്ത് ഗ്രീൻ പീസ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ബീൻസും ക്യാരറ്റും മാത്രമേ ഇടുന്നുള്ളൂ. ഉരുളക്കിഴങ്ങും ഉപയോഗിക്കാം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇനി അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇത് ചതച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. ഒരുപാട് അരച്ചിട്ടില്ല. മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, നമ്മുടെ സാദാ ജീരകമല്ല, പെരുംജീരകം, അത്രയും ചതച്ചതും ഇട്ടൊന്ന് ചൂടായതിന് ശേഷം അതിനോടൊപ്പം തന്നെ തക്കാളി ഒരെണ്ണം വലുത് ഇട്ട്, അതിൻ്റെ കൂടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് ആ പൊടിയുടെ മണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴന്നു. ഇനി നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇപ്പം ഞാൻ 1 ഗ്ലാസ് അരിക്കാണ് 2 ഗ്ലാസ് വെള്ളം വെക്കുന്നത്. ഞാനിപ്പം എടുത്ത ഗ്ലാസ് ഇതാണ്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ സിമ്മിൽ വെച്ചൊരു 3 മിനിറ്റ് വെക്കണം. അത്രയും സമയം വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വെയിറ്റ് ഇട്ടു. ഇനി ഒരു വിസിലടിച്ചു. ഇപ്പോൾ തുറന്ന് നോക്കി ആവിയെല്ലാം പോയി. ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായിട്ട് കറക്റ്റായിട്ട്, ചോറ് ഒരുപാടൊന്നും വെന്ത് പോയിട്ടില്ല, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. നല്ല സൂപ്പർ ബിരിയാണിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.